ഓക്കെ ഡോക്ടർ സുഭാഷ്, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ട് വൈഭവം കൊണ്ട് മറികടക്കാം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? പൂച്ചയ്ക്കാരാ മണി കെട്ടുന്നത്? അതാണ് പ്രശ്നം. തമിഴ്നാടിന് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് അല്ല, ഞാൻ പറയാം, കുറെ വർഷങ്ങളായിട്ട് ഇപ്പം പരിസ്ഥിതി സംഘടനകളും ശാസ്ത്ര സാഹിത്യ പരിഷത്തുമുള്ള സംഘടനകളൊക്കെ ഈ കാര്യം കുറച്ചു കാലം കൊണ്ട് പറയുകയാണ്. അത് ടണൽ കെട്ടുന്ന ടണൽ നിർമ്മിക്കുന്ന കാര്യം. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ചു കാലം കൊണ്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇതാണ്, ഇത് സുപ്രീം കോടതി പോലും ഇപ്പോൾ ചെയ്തതെന്താ? സുപ്രീം കോടതി, നമ്മൾ കോടതി വിരുദ്ധമൊന്നും പറയാനല്ല ഇരിക്കുന്നത് ഞാൻ, പക്ഷേ സുപ്രീം കോടതി പോലും ചെയ്തെന്താ? എന്തുകൊണ്ട് ഇതൊരു സംയുക്തമായ സമിതി പരിശോധിക്കട്ടെ? ഇപ്പം നമ്മൾ ഡൽഹി IIT-യെയും റൂർക്കി IIT-യെയും നമ്മൾ പഠിക്കാൻ വെച്ചു. എന്തുകൊണ്ട് ഒരു സ്വതന്ത്രമായ ഏജൻസി പഠിച്ചു തരൂ, നിങ്ങളൊരു അഭിപ്രായം പറയൂ. നമ്മളെപ്പോലുള്ള ഇപ്പോൾ സെബാസ്റ്റ്യൻ സാറായാലും ഞാനായാലും ത്രിവിക്രമൻ സാറായാലും നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റയുടെ ബേസിൽ കൂടെ ആയിരിക്കില്ല ഇത് പറയുന്ന പല കാര്യങ്ങളും. ഗ്രൗണ്ട് റിയാലിറ്റി ചിലപ്പോൾ മാറിയൊക്കെ വരാം. ഞാൻ ഒരു പോസിബിലിറ്റി പറയുന്നത്. അതേസമയം ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ, ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള വിവിധ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള എക്സ്പെർട്ട്, അത് ഇന്റർനാഷണൽ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇത് പഠിക്കാൻ. സുഭാഷ്, എത്ര വിദഗ്ധ സമിതികളെ നമ്മൾ അല്ലല്ല, പ്രശ്നം അതല്ല, നമ്മൾ രണ്ടു കൂടായിട്ട് ചെയ്തിട്ടില്ല സാറേ. ഇതിപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ വഴക്ക്. ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വിദഗ്ധ സമിതി വയ്ക്കുന്നു, കൊണ്ടുവരുന്നു. നിങ്ങളെ പൈസ കൊടുത്ത് വിദഗ്ധ സമിതി വയ്ക്കുന്നു, ഞാൻ അംഗീകരിക്കത്തില്ല. അതാണ് പ്രശ്നം. നമ്മൾ രണ്ട് കൂട്ടരും കൂടെ പറയുകയാണ്, നമുക്ക് മൂന്നാമത്തെ ആളിനെ സമീപിക്കാം. ശരി, വിദഗ്ധ സമിതി വേണ്ട, മൂന്നാമത്തെ ആളാരാ? കേന്ദ്ര ഗവൺമെന്റ് ആണ്. നമുക്ക് മൂന്ന് പേരും കൂടി ഒരു ചർച്ചയിൽ പോകാം. അപ്പോഴാണ് ഈ പറഞ്ഞ ഓപ്ഷൻസ് വരുന്നത്. ഓപ്ഷൻസ് വരുമ്പോൾ ഇത്ര രൂപ ചെലവ് വരും, ആരെടുക്കും? അത് ഇന്ന ആളെടുക്കും. അതിന് മാത്രമല്ല, അവിടെ പവർ ജനറേഷൻ കുറയുമ്പോൾ അവർക്ക് എത്ര ലോസ് വരും, അതെങ്ങനെ അവരെ ബോധ്യപ്പെടുത്തും, അത് അങ്ങനെയാണെങ്കിൽ സോളാർ എങ്ങനെ സപ്ലിമെന്റ് ചെയ്യും. ഇത് വളരെ സാറൊരു കാര്യം മനസ്സിലാക്കുക. മലയാളിക്ക് ഡാമിൻ്റെ സുരക്ഷിതം മാത്രമേ ഉള്ളൂ. വെള്ളത്തെ സംബന്ധിച്ച് നമുക്ക് കൺസേൺ ഉള്ള കാര്യം, നമ്മളെ വെള്ളം എടുത്തൊന്നും ചെയ്യുന്നില്ല. തമിഴ്നാടിൻ്റെ ജീവരക്തമാണ് പെൻഗുക്ക് എന്ന് പറയുന്ന അവരുടെ ദൈവമാണ്. അവർക്ക് ആഘോഷ ദിനമാണ് ഇത് ഡാം പണിത ദിനം, ജന്മദിനം. അവരുടെ ദൈവമാണ്, അവരുടെ രക്തമാണ്. അല്ല, ഡാം പൊട്ടിയാൽ ഇപ്പൊ എന്ത് ചെയ്യും? പൊട്ടിയാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. പൊട്ടൂല എന്നല്ലേ അവർക്ക് കിട്ടിയിരിക്കുന്ന അഡ്വൈസ്. സാറേ, അവർ വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്താ? ഈ ഡാം കുഴപ്പമില്ല, നേരത്തെ സോമനാഥ് സാർ പറഞ്ഞ പോലെ സിമെന്റ് ഇറക്കിയിട്ടുണ്ട്, പലവട്ടം ആങ്കർ ചെയ്തിട്ടുണ്ട്, പാരലൽ സംവിധാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് പൊട്ടൂല എന്നുള്ള ഒരു മെസ്സേജാണ് അവിടുത്തെ ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ പൊട്ടിപ്പോകും എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളീയരെ നശിച്ചോട്ടെ, ഞങ്ങൾക്ക് വെള്ളവും കിട്ടാതിരിക്കട്ടെ എന്ന് തമിഴ്നാട് വിചാരിക്കും. അത്ര മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ ഒരു ഗവൺമെൻറ്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്താ? ഇത് പൊട്ടൂല, ഇത് കുഴപ്പമില്ല. നമുക്ക് വേണ്ടി പഠിച്ചു തരുന്നവർ പറയുന്നത് എന്താണ്? ഇത്ര ആശങ്കകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടർക്ക് വേണ്ടി പഠിച്ചപ്പോൾ ആശങ്കയുണ്ടെന്ന്, മറ്റൊരു കൂട്ടർക്ക് വേണ്ടി പഠിച്ചപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടർക്കും വേണ്ടി ഒന്നുകിൽ വേറെയും കാര്യം ചെയ്യാം. അവരുടെ എക്സ്പെർട്ടുകളും നമ്മൾക്ക് വേണ്ടി പഠിച്ച എക്സ്പെർട്ടും കൂടെ ഒന്നിച്ചിരിക്കട്ടെ. വേണ്ട, ഇനി പുതിയ കമ്മിറ്റിയും പഠനവും വേണ്ട. പഠിച്ച രണ്ട് ടീമുകൾ ഇവിടെ ഉണ്ടല്ലോ, ആരും മരിച്ചു പോയില്ലല്ലോ. അവരൊന്നിച്ചിരിക്കട്ടെ റൗണ്ട് ടേബിളിൻ്റെ മുമ്പിൽ. എന്നിട്ട് അവരൊരു കൺസൈസ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് അവർ വൈറ്റ് പേപ്പർ ഇറക്കട്ടെ. ഇതാണ് കാര്യം. ഇങ്ങനെയാണ്. ഇനി വേറെ ഒരു തമാശയുണ്ട് ഇതിനകത്ത്, വേറൊരു പുതിയ തമാശ കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? പുതിയ ഡാം വന്നെന്ന് വിചാരിക്കുക. പുതിയ ഡാം വന്നു. പുതിയ ഡാമോ പുതിയ കരാറല്ലേ? അതേ പഴയ കരാറാ? പുതിയ കരാർ എഴുതണമല്ലോ. അതെ. പുതിയ കരാറിൽ 999 വർഷത്തേക്ക് കരാർ എഴുതാൻ കേരള ഗവൺമെന്റിന് പറ്റുമോ? ഇതൊക്കെ ഉത്തരം പറയേണ്ട കാര്യമാണ്. കാര്യം എന്താണ്? ആ ഡാമിന് 999 വർഷം എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ അനുസരിച്ച് ആയുസ് കാണുമോ? ഏതെങ്കിലും എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യോ ഈ ഡാം 999 വർഷം നിൽക്കും, നിങ്ങൾ കരാർ ഒപ്പുവെച്ചോളൂ എന്ന് ഗവൺമെന്റിനോട് പറയാൻ പറ്റൂ? അങ്ങനെ 999 വർഷത്തേക്ക് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ്നാട് ഗവൺമെന്റിനെ വിടുവോ? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ്, എക്കണോമിക്സ്, പിന്നെ അഗ്രികൾച്ചർ, പിന്നെ ഇലക്ട്രിസിറ്റി, ഒരു 10-20 സബ്ജക്റ്റുകളുടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വിഷയമാണ്. അവിടെ നമ്മൾ ഡാം പണിതു, താഴെ ഡാം. ഇനി വേറെയും തമാശയുണ്ട്. താഴെ പണിയുന്നത് അതിൻ്റെ താഴോട്ടാണ് ഡാം പണിയുന്നത്. ഡാം പണിതിട്ട് നമ്മൾ വെള്ളമാണോ കൊടുക്കുന്നത്? പഴയതുപോലെ പാട്ടക്കരാറനുസരിച്ച് സ്ഥലമാണോ കൊടുക്കുന്നത്? ഇപ്പം സ്ഥലമാണല്ലോ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സ്ഥലമാണ് കൊടുക്കുന്നതെങ്കിൽ അവർ എത്ര രൂപയാണ് തരുന്നത്? ഇനി വെള്ളമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ മാന്യമായ പൈസ വാങ്ങില്ലേ? ഇനി ആ വെള്ളത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിച്ചാൽ അതിന് മാന്യമായ പൈസ തരണ്ടേ? അങ്ങനെ തരുമ്പോൾ അവിടുത്തെ തമിഴ്നാട്ടിന് ചിലവ് കൂടൂലേ? 999 വർഷം ഇനി കരാർ എഴുതാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും എഞ്ചിനീയർ പറയുമോ നിങ്ങൾ 999 വർഷം എഴുതിക്കോളാൻ? ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് സാർ. അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് കാണാതെ കേന്ദ്ര ഗവൺമെൻറ്റും രണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്നാണല്ലോ, ത്രിപാർട്ടിയാണല്ലോ. ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ടല്ലോ ഇന്ത്യയിൽ, CWC ഉണ്ടല്ലോ. അവർ ഈ വിഷയത്തെ ടേക്കപ്പ്. ഇപ്പം ആർക്കാ ഓണർഷിപ്പ്? കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് പാട്ടം ഉണ്ടെങ്കിൽ, തമിഴ്നാട് ഡാമിൻ്റെ ഓണർഷിപ്പ് വേണ്ട. അത് സെൻട്രൽ ഡാം സേഫ്റ്റി കമ്മിഷൻ അതിൻ്റെ ഓണർഷിപ്പ് എടുക്കണം.
2 സ്റ്റേറ്റും കൂടെ ഉള്ളതാണല്ലോ, ഇന്റർ സ്റ്റേറ്റ് ആണല്ലോ. അവരിതിൻ്റെ ഓണർഷിപ്പ് എടുക്കട്ടെ, അവരെന്നിട്ട് ടെക്നിക്കൽ കമ്മിറ്റി വെക്കട്ടെ, അവർ മോണിറ്റർ ചെയ്യട്ടെ. അവിടെ ഈ പറഞ്ഞ പോലെ സാറ് ഭൂകമ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും സീസ്മിക് സെൻ്ററുകൾ വെക്കട്ടെ, ടെസ്റ്റുകൾ നടത്തട്ടെ, മഴയുടെ അളവുകൾ കൃത്യമായ മഴ അവിടെ അളക്കട്ടെ, ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്തി. അങ്ങനെ വളരെ പ്രൊഫഷണലായി സയൻറ്റിഫിക്കായി പോകാൻ പറ്റുന്നൊരു കാലഘട്ടത്തിൽ ഒരു ജനതയെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത് ആരാണ്? ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം. ഇത് നമ്മളെ ഈ ചെറിയ ഒരു കോറത്തിൽ അല്ലെങ്കിൽ ഒരു ടി വിയിലിരുന്ന് പറയുന്നിടത്ത് നിൽക്കുന്നതല്ല ഇത് നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഞാൻ അതിനകത്ത് പിന്നെ നമ്മുടെ മുണ്ടക്കയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ പേര് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിൻ്റെ പേരും വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തലേ ദിവസം 30-ാം തീയതി 29-ാം തീയതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദും ടീമും കൂടെ അവിടെ പോയി ആളുകളോട് മാറാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം തലേ ദിവസമേ നമുക്ക് അറിയാമായിരുന്നല്ലോ അവിടെ പ്രശ്നമാണ്, പിറ്റേ ദിവസം വരുമെന്ന് അറിയാമായിരുന്നല്ലോ. നമ്മളെന്താ ചർച്ച ചെയ്യുന്നത്? മഴയാണ് വില്ലൻ, അപ്പോഴറിയാൻ പറ്റൂല, ഉരുൾ പെട്ടെന്നാണ് പൊട്ടുന്നത്, നമ്മളെങ്ങനെ അറിയുന്നല്ലേ? മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് തന്നെയാണ്, മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. മുന്നറിയിപ്പല്ല സാറേ, അവിടെ മുന്നറിയിപ്പ് മാത്രമല്ല, അറിയിപ്പ് അതിനനുസരിച്ച് കുറെ തയ്യാറെടുപ്പ് നടന്നേ. ഷംഷാദ് അവിടെ പോയി ചെയ്തേ. അവിടെ നുറുദ്ദീൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ, ഞാൻ നേരിട്ട് സംസാരിച്ചത്, ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ, ഞാൻ നമ്പർ തരാം അനിൽ സാറിന് പിന്നീട്. നുറുദ്ദീൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ അവിടെ പോയി ഒരുപാട് ആളുകളെ മാറ്റി, അയാളെ ബന്ധുക്കളെ മാറ്റി. അയാൾ പറഞ്ഞിട്ട് കേൾക്കാത്ത അദ്ദേഹത്തിന്റെ മദനിയും അളിയനും മരിച്ചുപോയി. ഇതൊക്കെയാണ് ഹാർഡ് റിയാലിറ്റി. നമ്മൾ ഹാർഡ് റിയാലിറ്റി നിൽക്കുമ്പോൾ നമ്മൾ കുറെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെന്നോ അല്ലെങ്കിൽ എന്താണ് നമ്മളെ എൻവയോൺമെന്റലിസ്റ്റുകളെന്നോ ചാനൽ ചർച്ചയിൽ പോകുന്ന ആളുകളൊക്കെ ഇരുന്നിട്ട് ഹാർഡ് റിയാലിറ്റി കണ്ടേ പറ്റുള്ളൂ. അത് കാണാതെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അതിൻ്റെ താഴെ താമസിക്കുമ്പോഴേ അറിയാവും നമുക്ക് ഇതിൻ്റെ ആശങ്ക. നമ്മൾ തിരുവനന്തപുരത്തിരിക്കുന്നവർക്ക് ആശങ്ക മനസ്സിലാവില്ല. അപ്പോൾ ആശങ്ക ഉണ്ട്. നിങ്ങളുടെ ആശങ്ക വേണ്ട, ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറങ്ങിയിരിക്കുന്നു. ടെക്നിക്കലി ഇത് ഫീസിബിൾ ആണ്, ഈ ഡാമിനൊന്നും സംഭവിക്കൂല, ഇന്ന സാങ്കേതിക വിദഗ്ധർ പറഞ്ഞിരിക്കുന്നു, ഇന്ന കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു, ഇന്ന പഠനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു, അത് ഇംഗ്ലീഷിൽ നിന്ന് കിടക്കുന്ന മലയാളത്തിലേക്ക് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു, നിങ്ങൾ ധൈര്യമായിരിക്കുന്നു. ജനങ്ങൾക്കൊരു ആത്മബലം കൊടുക്കണ്ടേ? തീർച്ചയായും. അതിന് പകരം അവിടെ ഇവിടെ ഇരുന്നിട്ട് ഓരോരുത്തർ എന്തെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി പേടിയില്ല. പിന്നെ ഇന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ പറയുന്നത് എനിക്ക് വളരെ റെസ്പെക്റ്റുള്ളതാണ്, ഞാൻ വളരെ ഒരുപാട് സെമിനാറുകളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോകുന്നതാണ്. സാറ് പറഞ്ഞെന്താ, വെള്ളം മഴ പെയ്ത് ഓവർടേക്ക് ചെയ്താൽ അല്ലെങ്കിൽ കൂടുതൽ വന്നാൽ അത് സ്പിൽവേ വഴി വിടാനുള്ള സംവിധാനവും അത് താഴേക്ക് ഇവാക്യുവേറ്റുള്ള സംവിധാനം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ മേഘവിസ്ഫോടനം പോലുള്ള ഭയങ്കര മഴ വരുന്ന, മഴയുടെ സീസൺ മാറുന്ന, ലോക്കലൈസ് ചെയ്യപ്പെടുന്ന മഴയുടെ ഇൻറ്റൻസിറ്റി മാറി, മഴയുടെ സ്വഭാവം മാറി, എല്ലാം മാറി മറിയുന്ന ഒരു സമൂഹത്തിൽ നിന്നിട്ടാണ് നമ്മൾ പരമ്പരാഗത രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് പോര സാർ. നമ്മൾ പുതിയ കാലമാണ്, പുതിയ ത്രെഡാണ് നമ്മുടെ മുന്നിലുള്ളത്. തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. സാങ്കേതിക വിദ്യകൾ, അതിനുള്ള പ്രിപ്പറേഷൻ. ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മുല്ലപ്പെരിയാർ ഡാം കെട്ടിയതിന് ശേഷം 365 ദിവസവും 24/7 എന്ന കണക്കിൽ അവിടെ സെബാസ്റ്റ്യൻ സാർ അവിടെ പോയിട്ടുള്ള ആളുമാണല്ലോ, അവിടെ തമിഴ്നാടിന് വലിയ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. കേരളത്തിനുണ്ടോ എന്നുള്ളതൊന്ന് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ സാർ മറുപടി പറയണം. എനിക്കറിയാം. എനിക്ക് മറുപടി പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഇത് കേരള ഗവൺമെന്റ് 10 പൈസ ചെലവില്ല. നമുക്ക് വൈദ്യുതി ബോർഡിൽ നല്ല വിവരമുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡാം എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡാം എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാരുണ്ട്. അതുപോലെ വാട്ടർ അതോറിറ്റി, അവർക്കും പല സ്ഥലത്തും ഡൈവേർഷൻ സ്കീംസും ഡാംസും ഉണ്ട്. അവരെ അങ്ങ് ഏൽപ്പിക്കുക, അവരെ ഏൽപ്പിച്ചൊരു പ്രപ്പോസൽ ഉണ്ടാക്കുക, അതിന് ഡിസൈൻ ഉണ്ടാക്കുക, ഡ്രോയിങ്സ് ഉണ്ടാക്കുക നമ്മുടെ ഭാഗത്തുനിന്ന്. അത് ചെയ്യാൻ പാടിരിക്കുന്ന 1 മാസം പണി, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക, ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറയുക. അപ്പൊ ട്രൈ പാർട്ടി, അപ്പൊ തമിഴ്നാട് വരും, കേരള ഗവൺമെന്റ് വരും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വരും, നമ്മുടെ 2 മന്ത്രിമാരും കൂടി ഇല്ലേ, ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട എന്നെ സംബന്ധിച്ച് ഒരു പാടുള്ള കാര്യമല്ല. ചുമ്മാ ഡിസ്കഷനും മീഡിയയും ഇടപെട്ട് ഇത് നശിപ്പിക്കാതിരുന്നാ മതി. അതല്ല അതിന്റെ പൊളിറ്റിക്സ് എന്താ സാറിന്റെ? അത് നമുക്ക് ശ്രീ സോമനാഥനോട് ചോദിക്കാം. ശ്രീ സോമനാഥൻ അതിനൊരു മറുപടി പറയണം. മറ്റൊരു കാര്യം, താങ്കൾ നേരത്തെ പറഞ്ഞു ആ പെരിയാർ പാട്ടക്കരാർ, പെരിയാർ പാട്ടക്കരാറിനെ കുറിച്ച് പറഞ്ഞു. 1886 ഒക്ടോബർ 29 പെരിയാർ പാട്ടക്കരാർ പ്രകാരം പെരിയാർ നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ സ്ഥലത്തിന് പുറമെ അണക്കെട്ട് നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവും തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ അന്നത്തെ മദ്രാശി സർക്കാരിന് പാട്ടമായി നൽകിയിരുന്നു. അങ്ങനെ ഒരു ആ പാട്ടക്കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്ന് പറയാൻ എന്ത് ആധികാരികമായിട്ടുള്ള രേഖകളാണ് താങ്കളുടെ പക്കലുള്ളത്?
ഒന്ന്, എനിക്കത് കഴിഞ്ഞിട്ട് വേറെ 1-2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട പറയാനുണ്ട് കേട്ടോ. അതിലൂടെ സമയം തരാം. ഈ 1886 ഒക്ടോബർ മാസം 29-ാം തീയതിയാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മദ്രാസി ഗവൺമെൻറ്റും തിരുവിതാംകൂർ ഗവൺമെൻറ്റും തമ്മിൽ ഒപ്പുവെച്ചു എന്ന് പറയപ്പെടുന്ന മുല്ലപ്പെരിയാർ കരാറ് സൈൻ ചെയ്യപ്പെട്ട തീയതി 1886 ഒക്ടോബർ 29 ഞാൻ എടുത്തു പറയുന്നു, എനിക്ക് തെറ്റിയിട്ടില്ല. ആർക്കെങ്കിലും ചെക്ക് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഈ വിശാഖം തിരുനാൾ എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഒപ്പുവെച്ചു എന്നാണല്ലോ ഇവിടെ നമ്മുടെ ഒരു പാനലിസ്റ്റ് അതേക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തിത്തരാം. 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശാഖം തിരുനാൾ നാട് നീങ്ങി. 1885 ഓഗസ്റ്റ് 4. അത് കഴിഞ്ഞ് 14 മാസം കഴിഞ്ഞുണ്ടാക്കിയ കരാറിൽ എങ്ങനെ വിശാഖം തിരുനാൾ ഒപ്പുവെക്കും? തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഇത് 1862 ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലം മുതലാണ് മുല്ലപ്പെരിയാറ്റിലെ ഒരു അണക്കെട്ടിൻ്റെ ഏതാണ്ട് അടുത്ത പഠനം നടക്കുന്നത്. അതിനു മുൻപ് രാമനാഥപുരത്ത് മുത്തുരാമലിംഗ സേതുപതിയുടെ കാലം തൊട്ട് ഇവിടെ ഒരു അണക്കെട്ടുണ്ട്, ഇവിടെ നിന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊരു സീരിയസ് ഡിസ്കഷൻ നടക്കുന്നത് 1862 മുതലാണ്. അന്ന് ആയില്യം തിരുനാൾ മഹാരാജാവാണ് കേരളം തിരുവിതാംകൂർ ഭരിക്കുന്നത്. 1880 വിശാഖം തിരുനാൾ രാജാവാകുന്നത്. 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ ഭരിക്കുന്നത്. ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ 3 തിരുനാളുകളിൽ ആരെങ്കിലും ആ കരാറിൽ ഒപ്പുവെച്ചതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കരാറിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒപ്പുവെച്ചിരിക്കുന്നത് കാണാൻ പറ്റുമോ? പിന്നെ നമ്മൾ പറയും ഇപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇറങ്ങുന്ന എല്ലാ ഉത്തരവുകളിലും ഗവർണർക്ക് വേണ്ടി ഒപ്പിടുന്നത് സെക്രട്ടറിയാണ്. അപ്പോൾ ഗവർണർക്ക് വേണ്ടി എന്നെഴുതി ഒപ്പിടും. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ രാജാവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഒപ്പില്ല. അത് അവിടെ സൈൻ ചെയ്തിരിക്കുന്നത് വെമ്പകം രാമയ്യങ്കാറാണ്. വെമ്പകം രാമയ്യങ്കാർ ആരാണ്? വെമ്പകം രാമയ്യങ്കാർ. വെമ്പകം രാമയ്യങ്കാർ 1880 തിരുവിതാംകൂറിൽ ദിവാനായി വന്ന ഒരു ബ്രിട്ടീഷ് ആശ്രിതനാണ്. ഞാൻ ഒന്നുകൂടി കടത്തി പറയുന്നു, ബ്രിട്ടീഷ് ചാരനാണ്. ക്ലാരിറ്റി പറയാം. വെമ്പകം രാമയ്യങ്കാർ മദ്രാസിയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ്റെ മകനാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇന്നിപ്പോൾ ഈ വിവരങ്ങൾ മുഴുവൻ അവൈലബിൾ ആവും. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വെമ്പകം രാമയ്യങ്കാരെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കിട്ടും. ഞാനെന്നാലും പറയാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന വെമ്പകം രാമയ്യങ്കാരുടെ പിതാവ്, ഇദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ വളരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നത് മാത്രമല്ല, അവരുടെ വീട്ടിലെ പ്രത്യേക സാഹചര്യങ്ങൾ, അവിടുത്തെ സ്ത്രീകളെ വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ പഠിപ്പിക്കുകയും അവരുടെ വീട്ടിൽ ഈ സായിപ്പന്മാർക്ക് വേണ്ടി പാർട്ടികളൊക്കെ നടത്തുകയും ചെയ്യുന്നതായിരുന്നു എന്ന് പോലും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എനിക്കറിയില്ല, ഞാനന്ന് ജീവിച്ചിരിക്കുന്ന ആളല്ല. എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. എന്തായാലും അദ്ദേഹം വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ മദ്രാസിൽ തന്നെയൊക്കെ ഈ ഒരു ട്രാൻസ്ലേറ്ററായിട്ട്, മറാത്ത ഭാഷ ട്രാൻസ്ലേറ്ററായിട്ട് ഉദ്യോഗം കിട്ടി. അത് കഴിഞ്ഞ് അടിക്കടി അതിവേഗം പ്രൊമോഷൻ ലഭിച്ച് മദ്രാസ് ചീഫ് സെക്രട്ടറിയുടെ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് സർവീസിൽ നിന്ന് വിരമിച്ചു. അതിനിടയിൽ അദ്ദേഹം കളക്ടറായി, അങ്ങനെ ഒരുപാട് സുപ്രധാന തസ്തികകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ വിരമിച്ചതിന് ശേഷം മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റഡ് മെമ്പറായി 5 വർഷം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് മദ്രാസ് മുനിസിപ്പൽ കമ്മീഷണറായി പ്രവർത്തിച്ചു. അങ്ങനെ ജനനം മുതൽ ബ്രിട്ടീഷ് ആശ്രിത കുടുംബത്തിൽ ജനിച്ച് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്ത് ഏതാണ്ട് വിരമിക്കൽ പ്രായം വരെ മദ്രാസിക്കാരനായിരുന്നയാൾ 1880 ദിവാനായി തിരുവിതാംകൂറിൽ വരുന്നു. 1886 ഒക്ടോബർ മാസം 29-ാം തീയതി മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെച്ചിട്ട് അതിൻ്റെ 3-ാമത്തെ മാസം ഒക്ടോബർ നവംബർ ഡിസംബറിൽ അദ്ദേഹം റിസൈൻ ചെയ്ത് മടങ്ങിപ്പോയതിൻ്റെ 3-ാം മാസം അദ്ദേഹം മരണപ്പെട്ടു. ഈ ചരിത്രം ഇത് ഗൂഗിളിൽ അവൈലബിൾ ആണ്, നെറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ പറയുന്ന കാര്യം 1862 മുതൽ ഈ കരാർ സാധ്യമാക്കുന്നതിന് വേണ്ടി, ഇതെങ്ങനെയെങ്കിലും പ്രായോഗികമാക്കുന്നതിന് വേണ്ടി പഠിച്ച പണി 18 പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത് പ്രായോഗികതയിലേക്ക് എത്താതെ വന്നു. ഇതിനിടയ്ക്ക് പല ഡിസ്കഷനും നടന്നിട്ടുണ്ട്. ആ ഡിസ്കഷൻ്റെ വിശദാംശങ്ങളൂടെ വേണേൽ പറയാം. ആദ്യം ഒരു ഘട്ടത്തിൽ നടന്ന ഡിസ്കഷൻ, ഇവിടെ അണക്കെട്ട് നിർമ്മിച്ച വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ
അതുമൂലം അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന റവന്യൂവിൻ്റെ 50% തിരുവിതാംകൂറിന് തരണമെന്നായിരുന്നു. അതിനുശേഷം ആ ഡിസ്കഷൻ എവിടെയോ വെച്ച് വഴുതിപ്പോയി. രണ്ടാമത്തെ ഒരു ഡിമാൻഡ് വരുന്നത് ഇത്രയും ഭൂമി ഇവിടെ 8000 ഏക്കർ എന്ന് പറഞ്ഞല്ലോ, ഈ 8000 ഏക്കർ ഡാമിന് വേണ്ടി ഉപയോഗിക്കുന്ന 8000 ഏക്കറിന് പകരം ബ്രിട്ടീഷ് ടെറിട്ടറിയിൽ അത്രയും തുല്യമായ ഭൂമി തിരുവിതാംകൂറിന് വേണമെന്നായിരുന്നു രണ്ടാമത്തെ ഡിസ്കഷൻ. ഈ രണ്ട് ഡിസ്കഷനും എങ്ങും എത്താതെ നിൽക്കുന്ന സമയത്താണ് വിശാഖം തിരുനാൾ 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി കാലം ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അന്നത്തെ ഈ മരണവും മരണാനന്തര ചടങ്ങുകളുമൊക്കെ എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതേ മാസം ഓഗസ്റ്റ് മാസം 11-ാം തീയതി ഈ പാട്ടക്കരാറിന് ഒരു കരട് രൂപമുണ്ടാക്കി വെമ്പകൻ രാമയ്യങ്കാർ മദ്രാസിന് അയച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് മരിച്ചതിൻ്റെ 7-ാം ദിവസം വെമ്പകൻ രാമയ്യങ്കാർ കരാറിൻ്റെ ഒരു നക്കൽ തയ്യാറാക്കി അയച്ചു. ആ നക്കലിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട് സാർ, ഞാൻ വെറുതെ പറയുന്നതല്ല. അത് വെച്ചിട്ടാണ് ഈ കരാർ പിന്നീട് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇവിടെ വന്നത് ഒരു ചാരൻ. ചോദിച്ചു, സംശയത്രേ ഉള്ളൂ. ട്രാവൻകൂറിന്റെ സർക്കാരിലെ മരാമത്ത് സെക്രട്ടറി ആയിരുന്ന കെ കുരുവിളയും അതുപോലെ ഹെഡ് സർക്കാർ അഗ്രികൾച്ചർ ഹെഡിന്റെ സർക്കാർ വക്കീലും ആയിരുന്ന ട്രാവൻകൂറിന്റെയാണ് JH പ്രിൻസും JC ഖന്യങ്ടൺ ഇവര് 3 പേരും സാക്ഷികളായിട്ട് അതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. സാക്ഷികളായി അല്ല, ഞാൻ പറയാം, വെങ്കയ്യൻ ഓക്കെ, അദ്ദേഹം ചാരനാണെങ്കിലും സാക്ഷികളായി 3 പേരോട് ഒപ്പുവെച്ചിട്ടുണ്ട്. ആ കരാറിൽ 3 പേരോട് ഒപ്പുവെച്ചിട്ടുണ്ട്. അവരും കള്ളന്മാരായിരുന്നോ എന്ന് സാർ പറയണം. ഉണ്ടല്ലോ, അവരും കുഴപ്പമായിരുന്നോ? സാക്ഷിയുടെ ഒപ്പമല്ലല്ലോ അതോറിറ്റി. അല്ല, അവരും കുഴപ്പമായിരുന്നോ? അവരത് കാണാതെ ഒപ്പിട്ടതാണോ സാക്ഷികൾ? സാർ, ഞാൻ പറയുന്നത് അത് സാങ്കേതികമായി മനസ്സിലാക്കാത്തത് കൊണ്ടാ. ഇല്ല, കണ്ടിട്ടും വായിച്ചിട്ടും ഒക്കെ തന്നെ ഒപ്പിട്ടത്. പക്ഷേ ഈ ഒപ്പിട്ട വെമ്പകൻ രാമയ്യങ്കാർക്ക് തിരുവിതാംകൂറുമായിട്ട് എന്താണ് ബന്ധം? അയാളുടെ പൂർവ്വജന്മത്തിലോ അയാളുടെ ബാല്യകാല ജീവിതത്തിലോ അയാളുടെ സർവീസ് ആനന്തര കാലഘട്ടത്തിലോ അയാൾ തിരുവിതാംകൂറിലുണ്ടോ? മദ്രാസ് ഗവൺമെന്റിന് വേണ്ടി തയ്യാറാക്കിയ ഒരു കരാർ അദ്ദേഹം തമിഴ്നാടുകാരനാണ്. തമിഴ്നാട് ഗവൺമെന്റ് തയ്യാറാക്കിയ ഒരു കരാർ ആയിക്കോട്ടെ, ബ്രിട്ടീഷുകാരനെ തയ്യാറാക്കി. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിലെ തിരുവിതാംകൂറിലെ 3 പേർ അതിനകത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തിരുവിതാംകൂറിലെ 3 പേരെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? രാജഭരണകാലത്ത് രാജാവ് സമ്മതിക്കാതെ എന്തായാലും ദിവാൻ ഒപ്പിടുകയല്ല സാറേ. ഇങ്ങനെയുള്ള സാങ്കേതികത്വം നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല, കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഒരു നിയോഗവുമായി തിരുവിതാംകൂറിൽ വരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിയോഗം പൂർത്തിയാക്കി മടങ്ങി പോകുന്നു. അദ്ദേഹത്തിന് യാതൊരു കമ്മിറ്റ്മെന്റും ഈ നാടിനോടില്ല. ആ കാലഘട്ടത്തിൽ ഈ 80 മുതൽ 1880 മുതൽ 85 ഡിസംബർ വരെ 86 ജനുവരി വരെ അല്ല 87 ജനുവരി വരെ അദ്ദേഹം ഇവിടെ ദിവാനായിരുന്ന കാലത്ത് കുറെ ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതൊക്കെ രാജാവിനെ മണിയടിക്കാൻ ചെയ്താവാം. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ വിശാഖം തിരുനാൾ എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഒപ്പുവെച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കിയത് അതാരാണെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് 14 മാസം കഴിഞ്ഞുണ്ടായ കരാറിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയരക്തം വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ സമ്മർദ്ദത്തിൻ്റെയും ഭീഷണിയുടെയും ഫലമായി ഏതെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ 48-ാമത്തെ വയസ്സിൽ ഉദരസംബന്ധമായ രോഗം കൊണ്ട് വിശാഖം തിരുനാൾ മരണപ്പെട്ടത് എങ്ങനെയെന്നും കൂടി അന്വേഷിക്കേണ്ടി വരും. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ആ വിഷയം ഞാൻ തൽക്കാലം ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പം നമ്മൾ ടണലിനെ കുറിച്ച് പറഞ്ഞു. ഈ ടണൽ സാധ്യതയെക്കുറിച്ച് കുറച്ച് നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട് ജസ്റ്റിസ് KT തോമസ് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്തും അല്ലെങ്കിൽ അദ്ദേഹം ഈ ടണലിനെ കുറിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തി. അതിന് നിമിത്തമായത് അദ്ദേഹത്തോട് ഇതിനു മുൻപ് ഈ ടണൽ വാദവുമായി നടക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ജസ്റ്റിസ് KT തോമസിനെ നേരിട്ട് പോയി ചെന്ന് കൺവിൻസ് ചെയ്യിച്ചതാണ്. പക്ഷേ ജസ്റ്റിസ് KT തോമസ് ആ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ടണലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൻ്റെ പ്രതിനിധി പറഞ്ഞു അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് അത് മടക്കിയിട്ട് പിന്നെ അദ്ദേഹം അതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇത് ജസ്റ്റിസ് KT തോമസ് തന്നെ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്.
മറ്റൊരു കാര്യം, എനിക്ക് ആ നാട് നന്നായി അറിയുന്ന, ഞാൻ കുമളിക്കാരനാണ്. അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞല്ലോ, ഈ മുല്ലപ്പെരിയാറും അതിൻ്റെ പരിസരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 100ലേറെ തവണ അണക്കെട്ടും അതിൻ്റെ പ്രോപ്പർട്ടികളും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. മുല്ലപ്പെരിയാറിൽ എൻ്റെ കാൽപാത പതിയാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല. അതിൻ്റെ ഗാലറികളിൽ ഉൾപ്പെടെ, ബേബി ഡാമിൽ ഉൾപ്പെടെ, ഷട്ടറിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി നടന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ദൃക്സാക്ഷിയുടെ ഒരു വിവരണമായി കണ്ടാൽ മതി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 136 അടിക്ക് താഴെ ഉള്ള ഒരു തുള്ളി ജലം പോലും നമുക്ക് പെരിയാറ്റിലേക്ക് ഒഴുക്കാൻ നിലവിൽ സംവിധാനമില്ല. അതായത് 136 അടിക്ക് മുകളിൽ ജലം വരുമ്പോൾ മാത്രമേ, 136 അടി എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 11 TMC വെള്ളം വരും. ആ 11 TMC വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിനകത്ത് നിൽക്കുമ്പോൾ അണക്കെട്ടിന് എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പെരിയാറ്റിലേക്ക് ജലം ഒഴുക്കിവിട്ട് ആ ഭീഷണിയെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റില്ല. മറുവശം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ഇപ്പോഴും കനാലിലൂടെ തന്നെയാണ്. തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ കൂടി കിഴക്കോട്ട് വരുമ്പോൾ അവിടെ ഒരു ഷട്ടർ, അവിടെ നിന്നാണ് ടണൽ ആരംഭിക്കുന്നത്. അവിടെ വരെ കനാലുണ്ട്. ആ കനാലിലൂടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാവുന്ന വെള്ളത്തിന്റെ അളവ് ഒരു സെക്കൻഡിൽ പരമാവധി 2100 കനേഡിയാണ്. ആലോചിച്ച് നോക്കണം, 2100 കനേഡി മാത്രം. ഇത് ആരംഭത്തിൽ 1350 കനേഡിയായിരുന്നു. രണ്ടാമത് ടണൽ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് 1600 ആക്കി. അത് പവർ ജനറേഷൻ തുടങ്ങിയപ്പോൾ 1600 ആക്കി. അതിനുശേഷം വീണ്ടും കേരളത്തിന്റെ സമ്മർദ്ദം ഉണ്ടായി. ഈ 1980 ശേഷമുള്ള ഡാം ബലപ്പെടുത്തലിൻ്റെയൊക്കെ ഭാഗമായിട്ട് ടണൽ വീണ്ടും ബോർ ചെയ്ത് 2100 കനേഡി മാക്സിമം ഒരു സെക്കൻഡിൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ്. അതേസമയം അണക്കെട്ടിൽ 110 അടി ആയി വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഡെഡ് സ്റ്റോറേജ് ആണ്. ഏതാണ്ട് 5 TMC വെള്ളം വരും. ഈ 5 TMC വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഡെഡ് സ്റ്റോറേജ് ആണ്. അത് തമിഴ്നാട്ടിലേക്കും കൊണ്ടുപോകാൻ പറ്റില്ല, കേരളത്തിലേക്ക് ഒഴുക്കി കളയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് അത്രയും വെള്ളം ഡെഡ് സ്റ്റോറേജ് ആയി കിടക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ അടിത്തട്ടിൽ ഡാമിൻ്റെ സ്ട്രക്ചറിൽ 110 അടിക്ക് താഴെയുള്ള ഈ ഡാമേജുകൾ ഇന്നും കണ്ടെത്താൻ പറ്റാത്തത്. ഈ ROV ഉപയോഗിച്ച്, അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും അടിത്തട്ടിലെ ഇരുട്ട് കാരണം ക്യാമറയ്ക്ക് ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതൊരു വശം. ഇനി ടണലിൻ്റെ കാര്യം ഞാൻ ബാക്കിയോടെ പറയാം. ഈ 2100 കനേഡി വെള്ളം വളരെ അപൂർവമായിട്ടേ തമിഴ്നാട് കൊണ്ടുപോകാറുള്ളൂ. കാരണം അവർക്ക് 4 പെൻസ്റ്റോക്ക് വഴി വെള്ളം കൊണ്ടുപോയി അതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 4 പെൻസ്റ്റോക്ക് വഴി കൊണ്ടുപോകാവുന്നത് ഒരു പെൻസ്റ്റോക്കിന്റെ കപ്പാസിറ്റി 400 ക്യൂസെക്സ് ആണ്. അതായത് 1600 ക്യൂസെക്സ് വെള്ളം മാത്രമേ അവർക്ക് യൂട്ടിലിറ്റി ഉള്ളൂ. അതിന് അധികമായി കൊണ്ടുപോയാൽ ഈ കുമളി ഈ ടണൽ ചെന്ന് ചേരുന്ന സ്ഥലത്ത് ഒരു 4 ഡാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാം കൂടി പണിത് വെച്ചിട്ടുണ്ട്. ആ 4 ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് അപ്പർ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പെൻസ്റ്റോക്ക് ഒരു ടണൽ നിർമ്മിച്ച് അവിടെ നിന്നാണ് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി പവർ ഹൗസിലേക്ക്, ലോവർ ക്യാമ്പിലെ പവർ ഹൗസിലേക്ക് വിടുന്നത്. വേറൊരു ഡൈവേർഷൻ ഉണ്ട്. അത് എറച്ചിപ്പാലം തോടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്ന ഹൈവേയുടെ ഈ അന്തർ സംസ്ഥാന ഹൈവേ ഉണ്ട്. ആ ഹൈവേ ക്രോസ് ചെയ്തൊഴുകി പോകുന്ന ഒരു തോട്. ആ തോട്ടിലൂടെ അധിക ജലം തുറന്നു വിട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു 4-5-8 വർഷം മുൻപ് ആ പാലം വരെ തകർന്നു പോയൊരു സംഭവമുണ്ട്. പാലം തകർന്നില്ലെങ്കിൽ അതിന്റെ പരിസരം റോഡെല്ലാം തകർന്ന് ദിവസങ്ങളോളം ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ദൃക്സാക്ഷിയായ ആളാണ് ഞാൻ. അപ്പോൾ അത് കാരണം ഇവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാവുന്ന വെള്ളത്തിന് പരിധിയുണ്ട്. സാധാരണഗതിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു കഴിയുമ്പോൾ നമ്മുടെ മന്ത്രിമാർ തിരുവനന്തപുരത്ത് ഇരുന്നൊരു പ്രസ്താവന ഇറക്കും, തമിഴ്നാടിനോട് പരമാവധി വെള്ളം കൊണ്ടുപോകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു പരിഹാരമല്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാമാന്യം നല്ലൊരു മഴ പെയ്താൽ 5000 മുതൽ 10000 കനയടി വരെ ഒരു സെക്കൻഡിൽ ഡാമിലേക്ക് വെള്ളം ഒഴുകിയെത്തും. ആ സമയത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാവുന്നത് 2100 കനയടി. ഇപ്പം 136 142 അടി മാക്സിമം കപ്പാസിറ്റി അതിൽ സംഭരണ ശേഷിയിൽ നിൽക്കുന്ന സമയത്ത് 10000 കനയടി വീതം ഡാമിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയും 2100 കനയടി വീതം മാത്രം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ എക്സസ് വരുന്ന വെള്ളം എന്ത് ചെയ്യണം? അത് പെരിയാറ്റിലേക്ക് തുറന്നു വിടണം. ഈ വെള്ളം തുറന്നു വിടുന്നതിന് പെരിയാറ്റിൽ എന്തെങ്കിലും സംവിധാനം ഒഴുക്കിയിട്ടുണ്ടോ? ഞങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ എപ്പോൾ ചെയ്യും? ദുരിതാശ്വാസം ചെയ്യുമെന്നോ? ദുരന്തത്തിന് ശേഷം ഈ മൃതദേഹങ്ങൾ പെറുക്കാൻ വരുമെന്നാണോ പറയുന്നതിൻ്റെ അർത്ഥം? ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 1924 അസാധാരണമായ ഫ്ലഡ് ഉണ്ടായി. 99 വെള്ളപ്പൊക്കം. ആ അസാധാരണമായ ഫ്ലഡിനെ നിയന്ത്രിക്കാൻ അന്ന് അവിടെ ഒരു ഡാം സൂപ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാലത്ത് ഈ അണക്കെട്ട് തുറന്നു വിടുന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ടെലിഗ്രാം അടിച്ച് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണമെന്നാണ് വ്യവസ്ഥ.
പക്ഷേ 1924 ജൂലൈ 16, 17 തീയതികളിൽ അസാധാരണമായ ഫ്ലഡ് ഉണ്ടായപ്പോൾ ആർക്കും ഒരു ഇൻഫർമേഷനും കൊടുക്കാൻ സാധിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ഡാം സൂപ്രണ്ട് അസാധാരണമായ രീതിയിൽ വെള്ളം തുറന്നു വിട്ടു. അതായത് ഒരു സെക്കൻഡിൽ 89,217 ക്യൂസെക്സ് വെള്ളം, ഒരു സെക്കൻഡിൽ 89,217 ക്യൂസെക്സ്. അളവ് എത്രയുണ്ടെന്ന് വിദഗ്ധന്മാർ, വെള്ളത്തിന്റെ കണക്കറിയാവുന്ന വിദഗ്ധന്മാർ പറയട്ടെ, ഒരു ചെറിയ അണക്കെട്ട് പൊട്ടി വരുന്നതിനേക്കാൾ കൂടുതലുണ്ടാവും. അത് ഒരു സെക്കൻഡിലാണ് ഈ രീതിയിൽ വെള്ളം തുറന്നു വിട്ടു. എന്നിട്ടും മുല്ലപ്പെരിയാറ്റിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ് ചെയ്തത്. 152 അടി ക്യാരിയിങ് കപ്പാസിറ്റിയുള്ള ഡാമിൽ 153.8 അടി വരെ ജലം ഉയർന്നു. പിന്നെ മഴ കുറഞ്ഞതുകൊണ്ടും ഈ അളവിൽ തുറന്നു വിട്ടതുകൊണ്ടുമാണ് തൽക്കാലം ഡാമിനെ നിലനിർത്തിയത്. അന്ന് തുറന്നുവിട്ട വെള്ളത്തിന്റെ ആ ശക്തിയിലാണ് ആലുവയിലൂടെ കാട്ടാനയുടെ ജട ഒഴുകിപ്പോയത്. അതേ സമയത്ത് മൂന്നാറ്റിലും ഫ്ലഡ് ഉണ്ടായിരുന്നു, ഇടുക്കി മുഴുവൻ മഴയായിരുന്നു 99 വെള്ളപ്പൊക്കം. അതുകൊണ്ട് ആ അക്കൗണ്ടിൽ പെട്ടുപോയതുകൊണ്ട് ഇതാരും അറിഞ്ഞില്ല. ഇതുപോലെ തന്നെ 1943 അതിശക്തമായ ഫ്ലഡ് ഉണ്ടായി. അന്ന് ഏതാണ്ട് 1100 മില്യൺ ഘനയടി വെള്ളം തുറന്നു വിട്ടു. അപ്പോഴും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു 154.8 വരെ. അതായത് 152 സംഭരണശേഷിയുള്ള അണക്കെട്ടാന്ന് ഓർക്കണം. അതിൻ്റെ മാക്സിമം കഴിഞ്ഞ്, അതായത് അതിൻ്റെ ഡിസൈൻ ലെവൽ എന്ന് പറയുന്നത് 156 അത് കാരണം അത്രയും വന്നതുകൊണ്ട് കവിഞ്ഞൊഴുകിയില്ല. പക്ഷെ ആ നിലയിൽ ഫ്ലഡ് ഉണ്ടായി. ആ ഫ്ലഡ് ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് 1980 ശേഷം നടന്ന ബലപ്പെടുത്തൽ ജോലികളുടെ ഭാഗമായിട്ട് സ്പിൽവേ ഷട്ടറുകളുടെ എണ്ണം കൂട്ടി 10-ൽ നിന്ന് 13 ആക്കിയപ്പോൾ 1,27,000 ഘനയടി വെള്ളം ഒരു സെക്കൻഡിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടാം. ഈ 1,27,000 ഘനയടി വെള്ളം തുറന്നു വിട്ടാൽ താഴ്വരയിൽ 4 കിലോമീറ്റർ കഴിയുമ്പോൾ ആദ്യം വള്ളക്കടവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ്. അതിൻ്റെ തൊട്ടടുത്ത് മുതൽ വീടുകൾ തുടങ്ങുകയാണ്. ഈ ഇടുക്കി താങ്ങിലോ രണ്ടാമത്തെ കാര്യം, അതിനകത്തും എനിക്ക് വേറെ അഭിപ്രായമുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ താഴ്വരയിൽ വള്ളക്കടവ് മുതൽ അയ്യപ്പൻ കോവിൽ വരെ ആയിരക്കണക്കിന് വീടുകളും 10,000-കണക്കിന് ജനങ്ങളും ജീവിക്കുന്നുണ്ട്. ഇവരെ ആർക്കും വേണ്ടേ? ഇവരുടെ ആശങ്കകൾ ആർക്കും പ്രശ്നമല്ലേ? ആ പ്രദേശത്ത് ഈ 1 ലക്ഷം എന്തായാലും നമ്മളൊരു വീടിന് ഗേറ്റ് ഉണ്ടാക്കിയാൽ, അല്ല വാതിലുണ്ടാക്കിയാൽ, മതിലിന് ഗേറ്റ് ഉണ്ടാക്കിയാൽ അത് അടയ്ക്കാനും തുറക്കാനും തന്നെയാണ്. അപ്പോൾ അണക്കെട്ടിന് ഷട്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും എമർജൻസി വന്നാൽ തുറക്കാനാണ്. ഈ എമർജൻസി വരില്ല എന്ന് ആര് പറഞ്ഞു? ഇന്നലകളിൽ വന്നിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയും അതുപോലൊരു സാഹചര്യം ഉണ്ടായാൽ അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കും. പെട്ടെന്ന് തന്നെ തുറക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊട്ടി വരും. ആ ഓവർഫ്ലോ ആയാൽ ഈ പറയുന്ന കളിയിൽ കൂടെ ഒന്നും നടക്കുകയില്ല. ഈ വിദഗ്ധന്മാരുടെ അഭിപ്രായമൊന്നും അവിടെ വിലപ്പോയൊന്നും വരികയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പെരിയാർ തീരത്ത് എത്ര ഹൈറ്റിൽ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണമെന്ന് ഒരു മാർക്കിംഗ് എങ്കിലും ഈ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ? 1980 ശേഷം ഈ 13 സ്പിൽവേ പണിത് വെച്ചപ്പോൾ അതിന്റെ മാക്സിമത്തിൽ വെള്ളം പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഒരു ഫ്ലഡ് മാർക്കിംഗ് എങ്കിലും ഉണ്ടോ? ഇല്ല, നടത്തിയിട്ടില്ല. എന്നിട്ടൊരു പ്രസ്താവന, ഇതേ പ്രസ്താവന നടത്തിയ റോഷി അഗസ്റ്റിൻ അന്ന് MLA ആയിരുന്നപ്പോൾ ഇടുക്കി ചപ്പാത്തിൽ സമരപ്പന്തലിൽ വന്നു നിന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. മന്ത്രിയാകുമ്പോൾ നയം മാറുന്നത് പോലെ അണക്കെട്ടിന് ഒരു നയമാറ്റവും ഇല്ല, പ്രകൃതിക്ക് ഒരു നയമാറ്റവും ഇല്ല. പ്രകൃതി കൂടുതൽ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെ നേരിടാൻ ബോധപൂർവമായൊരു ശ്രമം വേണം. ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് അവസരം തരണം. അതായത് ഇപ്പം നമ്മൾ പറയുന്നു തമിഴ്നാടിന് വെള്ളമില്ല, അണക്കെട്ട് തകർന്നാൽ അവരും അങ്ങ് തകർന്നു പോകും. വെറുതെയാ, നമുക്കറിയാഞ്ഞിട്ടാ ഒരു കണക്ക്. അതായത് 1885 മുല്ലപ്പെരിയാർ 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയുന്നത് വരെ തമിഴ്നാട്ടിലുണ്ടായിരുന്നത് 4 അണക്കെട്ടാണ്. വീരാണം അണക്കെട്ട്, അത് എൻഷ്യന്റ് പീരീഡ് കണക്കാക്കിയിട്ടില്ല. ചെമ്പാരമ്പാക്കം പല്ലവന്റെ കാലത്ത്, റെഡ് ഹിൽ 1876, ചോലവാരം 1877, പിന്നെ പണിയുന്നത് തമിഴ്നാടിന്റെ എൻ്റയർ ഭൂമിയിൽ പണിതിരിക്കുന്നതാണ്. അതിനുശേഷം 1897 പെരിയാർ അണക്കെട്ട്. ഇന്ന് എത്രയുണ്ടെന്നറിയോ തമിഴ്നാട്ടിലെ അണക്കെട്ട്? 84 അണക്കെട്ട്. അതിൽ തന്നെ മധുര റീജൺ, മുല്ലപ്പെരിയാറ്റിലെ വെള്ളം ഉപയോഗിച്ച് ജലസേചനം നടത്തുന്ന മധുര റീജണിൽ 27 അണക്കെട്ടുകളുണ്ട്. ഇതിന്റെ അർത്ഥം എന്താ? മുല്ലപ്പെരിയാർ എന്തെങ്കിലും പൊട്ടിയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന്, സംഭവിക്കരുത് എന്ന് ദീർഘവീക്ഷണത്തോടു കൂടി കാഴ്ചപ്പാടുള്ള തമിഴ്നാട് എടുത്തിരിക്കുന്ന മുൻകരുതൽ. എന്നിട്ട് ഇപ്പോഴും നമ്മൾ പറയാണ് തമിഴ്നാടിന് വെള്ളം നമുക്ക് ജീവൻ. നമ്മൾ തമിഴ്നാടിന്റെ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മുടെ ജീവനെ കുറിച്ച് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. ഇതൊന്നും ഞാൻ മുട്ടലിരുന്ന് എഴുതിക്കൊണ്ടുവന്ന കണക്കല്ല. തമിഴ്നാട് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് കയറിയ ആർക്കും കിട്ടും ഈ അണക്കെട്ടുകളുടെ കണക്ക്. മുല്ലപ്പെരിയാറിന്റെ ചരിത്രം, അതുപോലെ ഭൂമിശാസ്ത്രം, പിന്നെ ആ രാഷ്ട്രീയം, അതെല്ലാം വളരെ വ്യക്തമായി
വ്യക്തമായിട്ട് തന്നെ അത് വിശദീകരിച്ചു. ഷാജി സബാഷെ, ഒരു അതിഥി കൂടി വന്നിട്ടുണ്ട്, ഇടുക്കിക്കാരൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സേനാപതി വേണു കൂടി ചേരുന്നു. സേനാപതി, ഞാൻ വരാം താങ്കളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് സേനാപതി വേണു, എന്താണ് നാട്ടുകാരുടെ വികാരം? ഈ നമ്മുടെ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം എല്ലാവരും ആശങ്കയിലാണ്. നിരവധി ഫോൺ കോളുകൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ വിഷയത്തെ കുറെ കൂടി ഗൗരവതരമായി സമീപിക്കേണ്ട ഒരു സമയമല്ലേ ഇത്? അല്ല, തീർച്ചയായും ഈ വയനാടിലെ ദുരന്തത്തെക്കാൾ മിനിഞ്ഞാന്ന ഇപ്പം മുമ്പ് പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചിട്ടുണ്ടാവും, തുംഗഭദ്രയിലുണ്ടായ സുർക്കി അതിന്റെ വാട്ടർ ഗേറ്റ് 19 നമ്പർ ഗേറ്റ് തകർന്നു പോയത് അതോടുകൂടി വലിയ ആശങ്കയിലും ഉത്കണ്ഠയിലുമാണ് ഇടുക്കിയിലെ ജനങ്ങൾ. അപ്പൊ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്, ഇപ്പൊ ഞാനിപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം പറയേണ്ട ഒരു കാര്യമല്ല. 2012 വള്ളക്കടവിൽ നിന്ന്, ഇപ്പം ശ്രീ സോമനാഥൻ അറിയാം, വള്ളക്കടവിൽ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷൻ വരെ വലിയ മനുഷ്യച്ചങ്ങല, ആ മനുഷ്യച്ചങ്ങല പിടിച്ച് കൊല്ലരുതേ 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 എന്ന് ആക്രോശിച്ച ആളുകൾ അവരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു, അല്ലെങ്കിൽ അന്ന് ചങ്ങലയിൽ ആദ്യത്തെ കണ്ണിയോ രണ്ടാമത്തെ കണ്ണിയോ ആയ ആള് പറയുന്നു, ഇപ്പൊ മുല്ലപ്പെരിയാർ സേഫ് ആണ്, സേഫ് ആകട്ടെ, അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, സേഫ് ആകണം. പക്ഷെ അത് സേഫ് ആണ് എന്നുള്ളത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇവിടെ ശ്രീ സോമനാഥൻ പറഞ്ഞ പോലെ ഈ മലയുടെ മുകളിൽ ഒരു സമുദ്രം, 176 അടിയാണ് അതിന്റെ ഉയരം. അതില് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി അവർ പറഞ്ഞിരിക്കുന്നത് 152 ഇല്ലെങ്കിൽ 156. അപ്പോൾ ഈ സമുദ്രം ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ എൻ്റെ ഒരു ലളിതമായ, അല്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഇപ്പം പുതിയ ഡാമിന്റെ ഒരു നിർമ്മാണത്തെക്കുറിച്ച് ഇവിടെ ആരോ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ വളരെ ഖേദപൂർവ്വം അനിലിനോട് പറയട്ടെ, അല്ലെ പുതിയൊരു ഡാം അത് നിർമ്മാണം എൻ്റെ ഒരു വീക്ഷണത്തിൽ, ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവ് എന്ന നിലയിൽ പറയുമ്പോഴല്ല, എൻ്റെ ഒരു വീക്ഷണത്തിൽ, ഞാൻ ഇടുക്കിക്കാരനായതുകൊണ്ട് പറയുകയാണ്, പുതിയൊരു ഡാമിന്റെ നിർമ്മാണം അവിടെ സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇരിക്കുന്ന ഡാമിൽ നിന്ന് പുതിയ ഡാമിന്റെ സൈറ്റ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 300-400 മീറ്റർ താഴെയാണ്. അത് നിലവിലെ ഡാമിൽ നിന്ന് ഒരു 70 അടിയോളം താഴെയാണ്. അപ്പോ ഇപ്പോഴത്തെ ഡാമിന്റെ ഉയരം എന്ന് പറയുന്നത് 176 ആണെങ്കിൽ ഇനി 70 കൂടെ പോകുമ്പോഴേക്കും ഡാമിന്റെ ഉയരം എത്രയാകും? 1. ഇപ്പോഴത്തെ ഡാമിന്റെ നീളം എന്ന് പറയുന്നത് 1200 ആണ് എങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് താഴെ പണിയുമ്പോഴേക്കും അതൊരു 2000-ഓ 2200-ഓ ആകും എന്നുള്ളതാണ്. അപ്പോ വീണ്ടും ഈ ജലബോംബ് അടുത്ത 50 കൊല്ലക്കാലത്തേക്കായിരിക്കാം പുതിയ ഡാം പണിയുന്നത്, നിർമ്മിക്കുന്നത്. ഒരു 10 കൊല്ലക്കാലം ഡാമിന്റെ നിർമ്മാണത്തിന് കാലതാമസം വരും. ആ 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ ഡാമിന്റെ വ്യാപ്തി കുറച്ചുകൂടി കൂടുക എന്നുള്ളതല്ലാതെ, ഇനി ഒരു 50 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിന്റെ ഭീഷണി വരിക എന്നുള്ളതല്ലാതെ ഫലത്തിൽ മറ്റൊരു കാര്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോ പ്രായോഗികമായി, ഞാനൊരു എഞ്ചിനീയറോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു വിദഗ്ധനോ അല്ല. ഇവിടെ സോമനാഥൻ സാർ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഡാമിൽ ഒരിക്കൽ ജി കാർത്തികേയൻ സാറിനോടും PJ ജോസഫ് സാറിനോടും 40 മിനിറ്റ് നേരം ബോട്ടിൽ സഞ്ചരിച്ച് 4-5 മണിക്കൂർ നേരം ആ ഡാമും പരിസരവും നേരിട്ട് കാണാൻ അവസരം കിട്ടിയ ഒരാള് എന്ന നിലയിൽ, അതിന്റെ താഴോട്ടുള്ള ആ ഫീസിബിലിറ്റി ഇതെല്ലാം കാണാൻ ഒരു അവസരം കിട്ടിയ ആളെന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുതിയൊരു ഡാമിന്റെ നിർമ്മാണം അവിടെ പ്രായോഗികമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ് മാറ്റർ. അപ്പൊ എങ്കിലും ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പുതിയ ഡാമല്ല, ടണല് നിർമ്മിക്കുക വേണ്ടത്. ഇനി ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ സോമനാഥൻ പറഞ്ഞതിനെ വീണ്ടും ഞാൻ അതിനെ ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ തമിഴ്നാടിന് പ്രതിവർഷം വേണ്ട വെള്ളം, അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, കാരണം മാൻമെയ്ഡ് ആയ ടണലിൽ കൂടിയാണല്ലോ, ഈ 4 ഈ കുഴലിൽ കൂടിയാണ് അവർ കൊണ്ടുപോകുന്നത്. തമിഴ്നാട് പരമാവധി ഒരു വർഷം കൊണ്ടുപോകുന്ന വെള്ളം എന്ന് പറയുന്നത് 20 to 22 TMC ആണ്. അതിനപ്പുറത്തേക്ക് വെള്ളം കൊണ്ടുപോയാൽ അവർക്ക് സംഭരിക്കാനും പറ്റത്തില്ല, അതിനപ്പുറത്തേക്ക് വെള്ളം ഈ കുഴലിൽ കൂടെ പോകത്തുമില്ല. അപ്പൊ എന്റെ വിനീതമായ ഒരു ചോദ്യം, 20 to 22 TMC വെള്ളം ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള തമിഴ്നാട് ഈ 137 അടി വെള്ളം, അല്ലെ 144 അടി, അല്ലെ 152 അടി വെള്ളം ഈ മലമുകളിൽ സംഭരിച്ചു വെക്കണമെന്ന് എന്തിനവർ ശഠിക്കുന്നു? അപ്പൊ അതിന്റെ ഒരു പരിഹാരം, ഞാൻ CP റോയ് പറഞ്ഞ ഒരു കാര്യത്തെ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുടെ സമരത്തെ ഒന്നും തള്ളിക്കളയുന്നല്ല. ഇപ്പോ സോമനാഥ് ഇവിടെ പറഞ്ഞതാണ്, തേക്കടിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് 108 അടി ലെവലിലാണ് ഇപ്പൊ ആ ടണല് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് 108 അടിയിൽ നിന്ന് അവനെ കുറച്ചുകൂടി ടണലിന്റെ എന്ന് പറഞ്ഞാൽ ഡെപ്ത്
വർദ്ധിപ്പിച്ച് ഒരു 50 അടിയും കൂടെ താഴോട്ട് വെച്ചിട്ട് ഈ ടണൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുപോകുന്ന ഈ വെള്ളം, അതായത് 108 നിന്നുള്ളത് ഒരു 80 അടിയിൽ നിന്നോ 70 അടിയിൽ നിന്നോ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഒരു 120 അടിയാക്കി നിർത്താനായിട്ട് കഴിയും. 120 110 ആക്കി നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ അവിടുത്തെ ഗ്രാവിറ്റി ഡാമാണ് താഴെ 144 അടി വ്യാപ്തിയിൽ 144.6 വ്യാപ്തിയിൽ നിന്നാണ് മുകളിലേക്ക് പോയി ഇത് 12 എത്തി നിൽക്കുന്നത്, 12 അടി വിസ്താരത്തിൽ. അപ്പോ ഇത് പിരമിഡ് പോലെ ഇത് പണിതിരിക്കുന്ന ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് പാറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാറയ്ക്ക് ഒരു ക്ഷതവും സംഭവിച്ചിട്ടില്ല, പാറയ്ക്കകത്തുള്ള സുർക്കിയാണ് ഒഴുകി പോയിരിക്കുന്നത്. അപ്പോൾ ആ ഭീഷണി നിൽക്കുമ്പോൾ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കുറച്ച് ഈ തമിഴ്നാട്ടിലേക്ക് പുതിയ ടണലുകൾ, കാരണം അന്ന് ടണൽ പണിയുമ്പോൾ മാൻമെയ്ഡ് ആണ്, അതിനകത്ത് മനുഷ്യപ്രയത്നത്താൽ തമിഴ്നാട്ടിൽ നിന്ന് എന്താ പറഞ്ഞ കൂലിപ്പണിക്കാർ വന്ന് അവരാണ് ഈ 6300 അടി നീളത്തില് ഈ ടണൽ പണിതിട്ട് പിന്നെ അവിടുന്ന് എറച്ചിൽ പാലത്തിന്റെ ഇപ്പുറത്തോടു കൂടി ഈ 4 കുഴലിലൂടെ പോകുന്നത്. എന്തുകൊണ്ട് 4 കുഴൽ 8 കുഴലാക്കിക്കൂടാ, അല്ലെങ്കിൽ അത് 12 ആക്കിക്കൂടാ? ഇതിനെ കുറച്ചുകൂടി താഴ്ത്തിയിട്ട് തമിഴ്നാട് സുലഭമായിട്ട് ആവശ്യമായിട്ട് ഒരു വെള്ളം കൊണ്ടുപോകട്ടെ. ഇവരെന്തിനാണ് ഈ വെള്ളം ഇങ്ങനെ നിറച്ച് മുകളിൽ വെച്ച് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? തമിഴ്നാടിന് ആവശ്യമായ വെള്ളം അത് കിട്ടാനായിട്ട് ഈ ടണലിന്റെ എന്താ പറയുക ഇപ്പോഴത്തെ നിലയിൽ നിന്ന് അവനെ ഒരു 50 അടിയിലോ അല്ലെങ്കിൽ ഒരു 30 അടിയിലോട്ടോ താഴ്ത്തുന്ന ആ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് അതിന്റെ ചർച്ചകൾ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇടുക്കിക്കാർ ഞങ്ങളെ സംബന്ധിച്ച് ആവശ്യം എന്താ? ഈ വെള്ളം താഴ്ന്നു കിടക്കുക എന്നുള്ളതാണ്. വെള്ളം ഉയർന്നു കിടക്കുന്നതാണ് ഞങ്ങളുടെ ഭയം. കാരണം ഇത് വല്ല പൊട്ടിയും വന്ന. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു വിദഗ്ധൻ പറയുകയാണ്, കക്കി ഡാമിൽ നിന്ന് ടണലുണ്ടാക്കി. അത് എങ്ങനെയാ സാധ്യമാകുന്നത്? ഒരു മലയ്ക്കപ്പുറത്തെ ശബരിമല മല മുഴുവൻ കിടക്കുക, 46-47 കിലോമീറ്റർ മണ്ണിനടിയിൽ കൂടെ തുരക്കേണ്ടതായിട്ട് വരും. ഇനി ഭൂകമ്പത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞൊരു കാര്യം, അത് ഞാൻ അതിന്റെ വിദഗ്ധനല്ല എങ്കിലും ഞാൻ പറയുന്നു, ഈ മലയ്ക്ക് അപ്പുറത്ത് എത്ര ഡാമുകളാണ് നിൽക്കുന്നത്? കക്കി, മൂഴിയാറ്, ശബരിഗിരി, പമ്പ, അങ്ങനെ ആനത്തോട്, എത്ര ഡാമുകൾ അവിടെ നിൽക്കുന്നത്? മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരത്തിൽ ഉള്ള ഡാമാണ് കക്കി ഡാം. അപ്പൊ ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന പോലുള്ള പ്രളയം, അതല്ല എങ്കിൽ ഈ അതിവൃഷ്ടി, എന്താ പറഞ്ഞ നമ്മുടെ മേഘവിസ്ഫോടനം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് താങ്ങാൻ കഴിയുമോ? ഇതിന്റെ വെള്ളം തുറന്നു വിടാനായിട്ട് കഴിയുമോ? കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പം വിദഗ്ധന്മാർ പറയുന്നു. അപ്പം ഞാൻ അന്ന് കാർത്തികൻ സാറുമായിട്ട് പോയി ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അന്നത്തെ ചീഫ് എഞ്ചിനീയർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ ശരിയെത്തികളൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ആങ്കറിങ്, സീഡീസ് ടെക്നോളജിയിൽ ആങ്കറിങ്, അതായത് 94 ഈ നമ്മൾ കുഴൽക്കിണർ തുറക്കുന്ന പോലെ തുരന്നിട്ട് അതിനകത്തേക്ക് കംപ്രസർ ഉപയോഗിച്ച് ഈ എന്താ പറഞ്ഞ സിമെന്റിന്റെ ഇത് അടിച്ചിറക്കിയിട്ട് അത് ബലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ 94 ഈ 1200 മീറ്റർ നീളത്തിൽ 94. അപ്പോൾ പിന്നെ അതിന്റെ സൈഡിലായിട്ട് നമ്മുടെ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ എല്ല് തിരിച്ചിട്ടാൽ, ഇങ്ങനെയുള്ളത് തിരിച്ചിട്ടാൽ ഒരു കോൺക്രീറ്റ് ബീം അല്ലെങ്കിൽ ഒരു സമാന്തര ഡാം ഇതിനോട് ചേർത്ത് വെച്ചൊക്കെ പണിതിരിക്കുന്നു. അതൊക്കെ അദ്ദേഹം നമ്മളെ കാണിക്കുന്നു, കാണാം. പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇത്രയും പുരാതനമായ ഒരു മനുഷ്യ നിർമ്മിതി നിലനിൽക്കുമോ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇനി ഇതിന് തകരാറ് സംഭവിച്ചാൽ ആ ചോർച്ച മണിക്കൂറുകളോളം ചോർച്ചയായി, കാരണം ഇത് കല്ലാണ് ഇതിന്റെ മെറ്റീരിയൽ, ആ ചോർച്ചയിലൂടെ വെള്ളം ഇങ്ങനെ പോയി അതൊക്കെ താഴെ പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എവിടെയെങ്കിലും എത്തുവോ, വള്ളക്കടവിൽ എത്തുവോ എന്നുള്ളതൊക്കെ അതൊന്നും നമ്മൾ അതിനകത്ത് പറയാൻ വിദഗ്ധരല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഈ ജില്ലയിൽ, എറണാകുളം ജില്ലക്കാർക്ക് അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ഡാമിന് താഴെ താമസിക്കുന്ന ആളുകൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, തമിഴ്നാടിന് ആവശ്യമായ വെള്ളത്തിന് വേണ്ടി 20 to 22 TMC വെള്ളത്തിന് വേണ്ടി എന്തിനാണ് 137 അടിയിലും 140 അടിയിലും ഈ ഡാമിൽ വെള്ളം നിറച്ചിടുന്നത്? അവർക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുപോകുന്നതിന് ഈ ടണലിന്റെ എന്താ പറഞ്ഞ ഇതിന്റെ ഡെപ്ത് കുറച്ചുകൂടി താഴ്ത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ട് സുലഭമായിട്ട് ഏത് സമയത്തും വെള്ളം കൊണ്ടുപോകാം. ആ വെള്ളം ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് മലയാളികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, അതെങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. കാരണം 108 എത്തിക്കഴിയുമ്പോൾ അത് എങ്ങോട്ടും ഒഴുക്കാൻ പറ്റാത്ത വെള്ളമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അവിടുത്തെ ഒരു ലിറ്റർ വെള്ളത്തെക്കുറിച്ചും മലയാളിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ആകെയുള്ള തേക്കടിയിലെ ബോട്ടിംഗ് നടക്കും എന്നുള്ളത് മാത്രം. അപ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇടുക്കിക്കാർ ആവശ്യപ്പെടുന്നത്, ഇപ്പോഴത്തെ ജലനിരപ്പ് 137 നിന്ന് 120 അല്ലെങ്കിൽ അതിനും താഴെ കൊണ്ടുവരാൻ അതിനുള്ള പ്രായോഗികവും ശാസ്ത്രീയമായ മാർഗം എന്ത്? ആ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡാമിന്റെ കരാറിനെ കുറിച്ചുള്ള തർക്കം, ഈ കരാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അതായത് ഒറിജിനൽ കോപ്പി അല്ലല്ലോ, കോപ്പിയിൽ നിന്ന് കോപ്പി എടുത്ത് വന്നിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ ഇവിടെ വെമ്പാക്കൻ രാമൻ കയ്യർ അദ്ദേഹം തിരുവിതാംകൂർ
തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെച്ചിരിക്കുന്നു എന്നൊക്കെ അതിന്റെ സാങ്കേതികത്വം നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ തിരുവിതാംകൂറിന് വേണ്ടി സർ സി പി രാമസ്വാമി അയ്യര് പല കരാറുകളിലും ഒപ്പുവെച്ചിരിക്കുന്നു. ഇതിനെതിരെ ഈ കരാറിനെതിരെ കോടതിയിൽ പോയ ആളുമാണ്. അദ്ദേഹം ദിവാനായിട്ടിരുന്നു. മുമ്പ് ദിവാനായിരുന്ന ആള് ഇവിടെ സൂചിപ്പിച്ച പോലെ കുരുവിളയും പ്രിൻസും അവരൊക്കെ ഇതിന്റെ ഈ കരാർ പുതുക്കിയത് അച്യുതമേനോൻ അതാണ് ഇതിന്റെ അകത്തെ കാര്യം. ഈ കരാറ് പുതുക്കുകയും ഇത് 999 ആകുകയും ഒക്കെ ചെയ്തത് അതെങ്ങനെ അത്ഭുതമാണ്, മറിമായമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതകരമാണ്. പക്ഷേ ഇവിടെ 10-35 ലക്ഷത്തോളം ഈ ഡാമിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഭയാശങ്ക. കാരണം 2018-ലെയും 19-ലെയും പ്രളയം നമ്മൾ കണ്ടു. 2024-ലെ വയനാട്ടിലെ ദുരന്തം, മടിക്കയിലെ ദുരന്തം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ തുംഗഭദ്ര ഈ സുർക്കി ഡാമിന്റെ തകർച്ച, അതിന്റെ ഒരു ഭാഗവും നമ്മൾ കണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഉത്കണ്ഠാകുലമായ ഒരു കാര്യമാണ്. സംസ്ഥാന ഗവൺമെന്റ് ശ്രീ പിണറായി വിജയൻ 2012 പറഞ്ഞു അന്ന് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം സുരക്ഷിതമാണ് എന്ന് പറയുന്നുവെങ്കിൽ അദ്ദേഹം അതിന്റെ കാരണം ഇന്ന കാരണങ്ങളാൽ ഈ ഡാം സുരക്ഷിതമാണ്. പറയാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ത്രിവിക്രംജി, ഇടുക്കിക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് സേനാപതി വേണു ചോദിച്ചത് കണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് പുതിയ ഡാം പണിയുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തുരങ്കം പണിയുക എന്നുള്ളതാണ് ആശാസ്യമായിട്ടുള്ള മാർഗം. പക്ഷേ എങ്കിലും ഇടുക്കിക്കാർക്ക് അറിയേണ്ടത് അവർക്ക് മനസമാധാനത്തോടെ ഉറങ്ങേണ്ടിയിരിക്കുന്നു. അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി, ആ ചോദിച്ച സമസ്യയ്ക്കൊരു മറുപടി നൽകുന്നത് നന്നായിരിക്കും. വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള പോംവഴികൾ എന്താണ്? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മഴ വരുന്നതിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അളവോ തോതോ. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന സ്ലൂയിസ് ഗേറ്റ്സ്, പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്ന അവിടെ അത് ക്ലോസ് ഡൗൺ ചെയ്യാമെന്നാണ്. എന്നാലും റിസർവോയറിൽ വെള്ളം കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തമിഴ്നാടിനോട് നമ്മളിനി കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ ഒരു വേള പറയുമായിരിക്കും അവരുടെ കപ്പാസിറ്റി, ആ ഡക്റ്റിൻ്റെ കപ്പാസിറ്റി അതൊരു വിലങ്ങ് തടിയാണെന്ന്. പക്ഷെ ഒന്ന് കൂടെ ഞാൻ പറയാം, ആ പ്രദേശത്ത് ഭൂകമ്പം കൊണ്ട് ഈ അണ തകരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ആ പ്രദേശത്ത് സൈസ്മോമീറ്റർ വെക്കാനായിട്ട് തമിഴ്നാട് അനുവദിക്കില്ല എന്ന് പല പ്രാവശ്യം പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ തൊട്ടടുത്ത് ഇടുക്കി റിസർവോയർ ഇൻഡ്യൂസ്ഡ് സൈസ്മിസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് കറക്റ്റായിട്ട് മോണിറ്ററിങ് നടത്തുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മെഷീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് അവർ പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഇടുക്കിയും നമ്മുടെ തേക്കടിയുമായിട്ട് അല്ലെങ്കിൽ പെരിയാർ തടാകവുമായിട്ട് ഉള്ള അകലം ജിയോളജിക്കലി ഒരു ഭീമമായ അകലമല്ല. പിന്നെ നമുക്ക് വേറെന്ത് ചെയ്യാം? അപ്പോൾ സൈസ്മോമീറ്റർ മുല്ലപ്പെരിയാർ ആറിന് സമീപത്ത്, ആ റിസർവോയറിന് സമീപത്ത് നമുക്ക് വെക്കാം, തേക്കടിയിൽ വെക്കാം, നമ്മുടെ സ്ഥലമാണ്. പക്ഷേ അവിടെ അത് ചെയ്യാനായിട്ട് വാസ്തവത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഗവൺമെൻറ് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജൻസിയെക്കാളും കേന്ദ്ര ഗവൺമെൻറ് ഒരു ഏജൻസി ഏർപ്പെടുത്തിയാൽ അവരത് ചെയ്യും. ഒന്ന് അത്. രണ്ട്, ഇവിടെ മാന്യദേഹം സൂചിപ്പിച്ച പോലെ ആ റിസർവോയർ ലെവൽ കുറയ്ക്കുക, അല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ മുന്നിലുണ്ടെന്ന് ധരിക്കരുത്. ഇത്രയും നേരം ചർച്ച ചെയ്തപ്പോൾ, ഈ ചർച്ച കേട്ടപ്പോൾ, ഇതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് തമിഴ്നാട് നമ്മളെ ദ്രോഹിക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല, പക്ഷേ അവരുടെ ചില താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി, അതിനു വേണ്ടിയാണ് അവർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആർഗ്യുമെൻറ്റ് ഈ ടണൽ പണിയുമ്പോൾ അതിൻ്റെ ഇൻടേക്ക് ഡെപ്ത്ത് ഏറ്റവും താഴെ ഫീസിബിളായിട്ടുള്ളൊരു ലെവലിൽ വെക്കാൻ വേണ്ടി തന്നെ കേരള ജനത ഒന്നാകെ ആവശ്യപ്പെടണം. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് ഇത് നടപ്പാക്കുകയും വേണം. ഓക്കെ, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. വളരെ ലളിതമായ കൊച്ചു കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉണ്ട്.
അവരുടെ ടീമിനെ അവിടെ ഫുൾ ടൈം അവരുടെ ഒരു ഓഫീസ് തീർച്ചയായിട്ടും ഒരു റീജിയണൽ ഓഫീസായിട്ട് അവിടെ തുറക്കണം. അതിനകത്ത് തമിഴ്നാട്ടിലെ ആളുകൾ ഉദ്യോഗസ്ഥരിരുന്നോട്ടെ, ഡെപ്യൂട്ടേഷനിലോ വർക്ക് അറേഞ്ച്മെന്റ് കൊണ്ട് കേരള ആളുകൾ ഇരിക്കട്ടെ. ഒറ്റ ഓഫീസാണല്ലോ. ഒരു നമ്മൾ ഇത്രയും സൗഹൃദമായി പോകുന്ന സ്റ്റേറ്റിന് പിന്നെ ഓരോരുത്തർ ഓഫീസിൽ ഇരുന്നെല്ലാം മോണിറ്റർ ചെയ്യാമല്ലോ. നമ്പർ 1. നമ്പർ 2, ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ ധവളപത്രം എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പേപ്പർ, ഗ്രീൻ പേപ്പർ എന്ന് പറയാൻ, ഒരു ഗ്രീൻ പേപ്പർ. അതായത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. എന്താണ് ഡാം, അതിന് ഇങ്ങനെ ആശങ്കകൾ വന്നാൽ എന്ത് സംഭവിക്കും, എന്താണ് അതിൻ്റെ സുരക്ഷിതത്വം, എന്താണ് നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷൻ എന്താണ്, നിങ്ങൾ അലാറം കേട്ടാൽ എന്ത് ചെയ്യണം. ഇപ്പം വേറെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. വാണിംഗ് കൊടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. ശരി, വാണിംഗ് എപ്പോഴാണ്? രാത്രിയാണെങ്കിൽ എന്താണ് വാണിംഗ്? അപ്പോൾ നമ്മുടെ ഉണ്ടക്കൈമലയിൽ പാതിരാത്രിയല്ലേ പൊട്ടിയത്? എന്ത് വാണിംഗാണ്? ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ ആകെ ഒന്ന് നന്നായി ആശങ്കപ്പെടുത്താനല്ല, അവർക്കൊരു ട്രെയിനിങ്ങും പരിശീലനവും ഒക്കെ കൊടുത്ത് അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുന്ന കുറച്ച് ടെക്നിക്കലായിട്ടുള്ള, പ്രൊഫഷണലായിട്ടുള്ള, പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. നമ്പർ 1. നമ്പർ 2, നമ്മളും കേന്ദ്ര ഗവൺമെൻറ്റും പിന്നെ തമിഴ്നാട് ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് നിലവിലുള്ള പഠനം നടത്തിയവരെ വെച്ചുകൊണ്ടുള്ള മീറ്റിംഗ് ആയിക്കോട്ടെ, ഇനി അത് അപര്യാപ്തമാണെന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് തോന്നുകയാണെങ്കിൽ പുതിയ ടീം ആയിക്കോട്ടെ, അത് ഇൻ്റർനാഷണൽ ടീമോ ആരും ആയിക്കോട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതേത് വേണം. ഇപ്പം നമ്മളെല്ലാവരും ഈ ചാനലിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറയുന്നത് എന്താണ്? പിന്നെ ടണൽ വേണം, പിന്നെ പുതിയ ഡാം വേണ്ട, അങ്ങനെ പല ചർച്ചകൾ വരുന്നുണ്ട്. ഗവൺമെൻറ് 1400 കോടി രൂപയുടെ പുതിയ ഡാമുമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ കോൺട്രവേഴ്സി ഉണ്ട്. ഈ കോൺട്രവേഴ്സികൾ ഇല്ലാതാക്കേണ്ടതാരാണ്? തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പോ അല്ല, ഒരു എക്സ്പേർട്ട് ടീമാണ് അതിനകത്ത് അഭിപ്രായം പറയേണ്ടത്. അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുന്നു. എന്നെപ്പോലുള്ളവർക്ക് അതാണ് കാത്തിരിക്കുന്നത്. ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾ പറയട്ടെ, അത് നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ ആയിക്കോട്ടെ, അവർ പറയട്ടെ ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള സൊല്യൂഷൻ. അതിന് നിങ്ങൾ സ്റ്റേറ്റുകളും കേന്ദ്രവും അതിലേക്ക് വരണം. തമിഴ്നാടിന് അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അവർ ചെയ്യണം. നമ്മളാണ് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി ഈസ് ഫസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. യെസ്, ഷാജി സെബാസ്റ്റ്യൻ, പെട്ടെന്ന് സമയമില്ല, അതുകൊണ്ടാണ്. ആകെ ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. നമ്മുടെ ഗവൺമെന്റ് ഈ ടണലിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനൊരു സർവേ നടത്താനായിട്ടുള്ള ഉത്തരവാദിത്വം വൈദ്യുതി ബോർഡിനെയും വാട്ടർ അതോറിറ്റി ടീമിനെയും, അതിൽ ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയമുള്ളവരുണ്ട്. ടണൽ എഞ്ചിനീയറിംഗിൽ ഹിമാചൽ പ്രദേശിൽ ടണൽ ഉണ്ടാക്കിയ ആൾക്കാർ റിട്ടയർ ചെയ്ത് വന്നവരുണ്ട്. അപ്പം അത് ആദ്യം ചെയ്യുക, അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, ഡ്രോയിങ് ഉണ്ടാക്കുക. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ഈ ഡാം ക്യാപ്പിങ്, ആ ടെക്നോളജി ഇവിടെ പരിചയമായി വരുന്നതേ ഉള്ളൂ. അതായത് ഏകദേശം 1.5 മീറ്റർ കനത്തിൽ മേളിൽ തൊട്ട് താഴെ വരെ ക്യാപ്പ് ചെയ്യുക. പിന്നെ മുമ്പേ വാൽവിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്ലൂയിസ്, അത് ഡെപ്ത് കൂട്ടുക, പുറത്തേക്ക് വെള്ളം തുറന്നു വിടാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക. അതിൽ ആദ്യം ഞാൻ പറഞ്ഞതിന് ഏകദേശം 100-150 കോടി രൂപയാവും. ക്യാപ്പിംഗ് ചെയ്യണമെങ്കിൽ 200 കോടി 250 കോടി രൂപയും. ആ പൈസ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒന്നുമല്ല. ഇറ്റ് ഈസ് നത്തിങ് ഫോർ സെൻട്രൽ ഗവൺമെന്റ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് മുൻകൈ എടുത്ത് പഠിക്കുക, ഡ്രോയിങ് ഉണ്ടാക്കുക. ഇറ്റ് ഷുഡ് ബി ടെക്നിക്കൽ. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്നിട്ട് ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ്. ദാറ്റ്സ് വാട്ട് മൈ ഫൈനൽ ഒപ്പീനിയൻ. ഓക്കെ, സോമനാഥൻ. യെസ്, അതായത് ഇപ്പം നമ്മൾ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. എന്താന്ന് ഞാൻ പറയാം. അതായത് ഈ തമിഴ്നാടും കേരളവും ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. തമിഴ്നാട്ടിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കിവിടെ സെപ്പറേറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 വർഷം കൂടുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാറ്റും. തമിഴ്നാടിൻ്റെ മുല്ലപ്പെരിയാർ സെഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ എൻട്രി കാറ്ററിൽ കയറി കഴിഞ്ഞാൽ അയാൾ സർവീസിൽ നിന്ന് വിരമിക്കുന്നതുവരെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തുടരും. അത് കഴിഞ്ഞിട്ട് അയാൾ എക്സ്പെർട്ട് ആണെങ്കിൽ അയാൾക്ക് വീണ്ടും അവിടെ നിയമനം കൊടുക്കും. അതുകൊണ്ട് തന്നെ അയാൾ മുല്ലപ്പെരിയാറിൻ്റെ A to Z കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും അയാൾ ഓരോ പേപ്പറുകൾ മൂവ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ 3 വർഷം കൂടുമ്പോൾ ഉദ്യോഗസ്ഥൻ മാറുന്നത് കൊണ്ട് തന്നെ നിയമസഭയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുൻപിലോ ഒരു കേസിന് ആവശ്യമായ ഡോക്യുമെന്റ് ചോദിച്ചാൽ നിലവിലുള്ള ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് അപ്പം തന്നെ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ആ പേപ്പർ മേടിക്കുക ചെയ്യുന്നത്. ഞാൻ ആധികാരികമായി തന്നെ ഇത് പറയുന്നത്. കാരണം നമ്മൾക്ക് കൃത്യമായി ഈ ഫയൽ പഠിച്ചു വരുന്ന ഉദ്യോഗസ്ഥരില്ല, വരുന്നതിന് മാറിപ്പോകും. ഈ റിട്ടയർമെൻ്റ് ആയ കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ചാൽ അവർക്കും അതിനെക്കുറിച്ചൊരു ധാരണയില്ല. വളരെ ചുരുക്കം, വിരലിൽ എണ്ണാവുന്നവർ കാണും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചവർ. അല്ലാത്തവർ അതോടുകൂടി അവരുടെ കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചു പോകുന്നവരാണ്. അപ്പം നമ്മൾ കേസ് നടത്തുന്ന എതിർ കക്ഷിയോട് തെളിവ് മേടിച്ചുകൊണ്ട് കോടതി പോകേണ്ട ഒരു ഗതികേടാണ് കേരളത്തിന് മുല്ലപ്പെരിയാർ പ്രശ്നത്തിലുള്ളത്. ഓക്കെ, എന്തായാലും ജനങ്ങളുടെ സുരക്ഷ അതാണ് പ്രധാനം.
അല്ലെ സേനാപതി വേണു, ഒറ്റ മിനിറ്റോട് പറയാനുള്ളത് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പറയാം പെട്ടെന്ന്. ഞാൻ പറഞ്ഞത് ഈ ഡാം ക്യാപ്പിങ് ഇത് ആ ഡാമെ തൊടാൻ തമിഴ്നാടുകാർ നമ്മളെ സമ്മതിക്കില്ല കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതില് നമ്മള് കേരളത്തിന്റെ വകയായി ഒരു പരിപാടിയും അതിൽ തൊടാൻ ചെന്ന് അവിടെ കയറാൻ പോലും അവര് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് തമിഴ്നാടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അവരത് അതിന് അനുമതി കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആണ് എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാന ഇമ്മീഡിയറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസം ഇനിയിപ്പോ ഉടനെ ഈ മഴ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ നീളും എന്നുള്ളതാണ്. ഈ മേഘവിസ്ഫോടനവും ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള മഴ അതിരൂക്ഷമായിട്ടുള്ള ഒന്ന് അത് ഉണ്ടായ അപ്പം ഇത് നിശ്ചയമായിട്ടും ഇപ്പോൾ വേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ ജലനിരപ്പ് അത് എത്ര പരമാവധി കുറച്ചിടാൻ പറ്റുമോ അത്രയും കുറച്ച് ഇടുക എന്നുള്ളതാണ്. മുല്ലപ്പെരിയാറിലെ ജലവും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലവർഷം കാലഘട്ടത്തിലും അതുപോലെ തന്നെ തുലാവർഷം നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഈ രണ്ട് കാലഘട്ടത്തിലും അവിടെ വെള്ളം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത് ഇന്ന സമയത്ത് ഇത് നിറച്ചിടണം, അവിടെ നിറഞ്ഞു കിടന്നേ മതിയാവൂ എന്ന് വാശി പിടിക്കുന്നത് അതിലൊരു അർത്ഥവുമില്ല. അതിന് എന്താ പറഞ്ഞ നയതന്ത്രപരമായിട്ടുള്ള രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള ചർച്ചകളും അത് അവരെ കൺവിൻസ് ചെയ്യുകയും അതല്ലാതെ അവർക്ക് 5 ജില്ലയിൽ തേനി, മധുര, ദിണ്ടിഗല്, ശിവഗംഗ, രാമനാഥപുരം ഈ 5 ജില്ലയിലെ കൃഷിയും ജനജീവിതവും ഇതിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഇവിടെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം കുറവ് വരാനോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പം നിലവിൽ അവർ അനുഭവിക്കുന്ന സൗഭാഗ്യം ഇല്ലായ്മ ചെയ്യാനോ അവരൊരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളം മുഴുവൻ പൊക്കോട്ടെ, നമുക്കിവിടെ വേണ്ടത് മനുഷ്യന് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഡാം ഇല്ല പുതിയത് കെട്ടുമെന്നോ പൊളിക്കുമെന്നോ എന്നൊക്കെ പറയുമ്പോൾ മുമ്പോട് സൂചിപ്പിച്ച പോലെ പുതിയ എഗ്രിമെന്റും കരാറും ഒക്കെ വന്നു കഴിയുമ്പോൾ അതിന്റെ വ്യവസ്ഥകൾ എന്താണ് അതൊന്നും അവർ സമ്മതിക്കില്ല. നിലവിലുള്ള വ്യവസ്ഥയിൽ അവർക്ക് വെള്ളം പൂർണ്ണമായിട്ട് കൊണ്ടുപോവുക. പക്ഷേ ആ വെള്ളത്തിന്റെ അളവ് അത് കഴിയുന്നത്ര എത്രമാത്രം കുറയ്ക്കാൻ നമ്മുടെ ഇടപെടലിലൂടെ കഴിയുമോ അതാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്നതും ഇടുക്കിയിലെ ജനങ്ങളോടും അതുപോലെ തന്നെ ഈ ഡാമിന്റെ താഴെ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നു. ഡാമിലെ വെള്ളം കുറയ്ക്കാനുള്ള അടിയന്തര നടപടികൾ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പിണറായിയും സ്റ്റാലിനും ഭായ് ആണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിച്ച് കാണിക്കണം. ഇനിയും കോടതി കയറി ഇറങ്ങാതെ അനുരഞ്ജനത്തിൻ്റെ സാധ്യതകൾ ആരായുകയാണ് വേണ്ടത്. കേന്ദ്രവും കേരളവും തമിഴ്നാടും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇലക്കും മുള്ളിനും കേടുവരാതെ ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം കണ്ടെത്തണം. ഒട്ടും വൈകിക്കൂടാ, യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ തീർപ്പുണ്ടാക്കണം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.